പഴുത്ത് പോകുന്ന നമ്മുടെ പഴം ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെക്നിക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഉരിഞ്ഞ് കുറച്ച് പഴം പഴുത്ത് താഴെ വീണുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. ആ ഫ്രിഡ്ജിൽ നിന്ന് ഈ പഴം എടുത്ത് തൊലി കളഞ്ഞ് അരിഞ്ഞ് കുക്കറിൽ മുറിച്ചിട്ട് അതിനകത്തിരി പാലും കുറച്ച് പഞ്ചസാരയും പിന്നെ വേറൊരു ഇൻഗ്രീഡിയൻറ്റിൽ ചേർത്തുണ്ട്. അതൊടുകൂടി ഞാൻ പറയാം. ആ ഇൻഗ്രീഡിയൻറ്റും ചേർത്തതിന് ശേഷം കുക്കറിൽ ഒരു വിസിൽ രീതിയിൽ ഞാൻ വെച്ചു. അങ്ങനെ അത് വിസിൽ വരാറായപ്പോൾ അത് ഓഫ് ചെയ്ത് ഒരു 2-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് നമ്മൾ കുറച്ചൊരു സ്പൂൺ നെയ്യ് ഈ ഇതിൽ പാത്രത്തിൽ ഒഴിച്ച് ആ നെയ്യിൽ അത് ഇട്ടു കുക്കറിൽ നിന്ന് ഇട്ടു. അത് കഴിഞ്ഞ് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് വേവാനുണ്ട്. അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു രീതിയിലായി. ഇവിടെ ഞാൻ മറ്റൊരു സംഭവം മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ രാവിലെ വാങ്ങിച്ചിട്ടുള്ള നൂൽപുട്ടാണ്. അത് പൊടിച്ചു. ഇനി ആ പൊടിച്ച നൂൽപുട്ട് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇത് നേരെ ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് തീർത്തും അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് പോലും ഞാൻ അതിൽ നിന്ന് ഇളക്കി പഠിച്ചിരിക്കുകയാണ്. ഈ പരുവത്തിലാണ് കിടക്കണേ. എന്നിട്ട് ഞാൻ കൂട്ടി ഇളക്കാണ്, മിക്സ് ചെയ്യണം. അപ്പോൾ ഈ നൂൽപുട്ടും ഇതും തമ്മിൽ നല്ല മിക്സിങ് ആവണം. മിക്സ് ആയതിന് ശേഷം കുറച്ച് നേരം നമ്മളതിനെ ഇളക്കി പിടിപ്പിക്കുകയാണ് മിക്സാക്കാൻ വേണ്ടിയിട്ട്. ഇത് മിക്സാക്കി ലെവലാക്കി വെച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒരു പ്ലേറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് അതൊക്കെ പുരട്ടി കൊടുക്കുകയാണ് ആ പാത്രത്തിൽ. എന്നിട്ട് നമ്മൾ പ്ലേറ്റ് തന്നെയാണ്. അതിൽ നമ്മൾ അല്പം നെയ്യ് കൂടി അതിനകത്ത് ചേർത്താൽ തടവി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാധനം ഇതിലേക്ക് ഇടണം. തന്നെ പരിപാടി ഇട്ട് കഴിഞ്ഞു. അത് നമ്മൾ പാത്രത്തിലൊന്ന് പരത്തി ഈ രീതിയിൽ അങ്ങോട്ട് ഷേപ്പാക്കി അല്പനേരം അവൻ അവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചി എന്താകുമെന്ന് കഴിക്കുമ്പോൾ അറിയാം. ഓക്കെ, താങ്ക്സ്. നേരത്തെ ഉണ്ടാക്കിയ ആ ഫുഡാണിത്. എൻ്റെ ഉച്ചഭക്ഷണമാണിത്. ഇത് ഇത്രത്തോളം കഴിച്ചു. ഇനി കുറച്ചും കൂടി കഴിക്കാനുണ്ട്. ചായ ഉണ്ട്, അടുത്ത ചായ കുടിക്കും. അതിന് വേണ്ടി ചായ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ചിക്കൻ കൂടിയും കഴിക്കാൻ. സംഗതി സൂപ്പറായിരുന്നു. പറയാൻ പറ്റില്ല, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. അത് നിങ്ങളിതുപോലെ ഒരിക്കൽ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. നാളെ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ്.